പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ അധികാരത്തിലിരിക്കുന്ന പിണറായി സർക്കാർ കെ.എം. ഷാജൻ എന്ന പൊതുപ്രവർത്തകനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഒരു കേസെടുക്കുകയുണ്ടായി. ആ കേസെടുത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് എനിക്ക് ഇതുവരെ വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. നോട്ടീസോ അല്ലെങ്കിൽ മൊഴിയെടുക്കാൻ ചെല്ലണം എന്നുള്ള വിവരങ്ങളൊന്നും എനിക്ക് ലഭിച്ചിട്ടില്ല. പക്ഷെ അത് മാധ്യമങ്ങളിലൊക്കെ വലിയ തോതിൽ വാർത്തയായിരുന്നു. ഒരു യുവതി ആണ് എനിക്കെതിരെ ഈ പരാതി കൊടുത്തത്. അത് സൈബർ പോലീസ് ആണ് കേസെടുത്തത്. അതിൽ 1-2 വകുപ്പുകൾ ജാമ്യമില്ലാത്ത വകുപ്പുകളായിരുന്നു. അപ്പോൾ സ്വാഭാവികമായത് വാർത്തയായി. അതിലൊന്നും എനിക്കൊരു പരാതിയുമില്ല. പല മാധ്യമങ്ങളിലും ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നു എന്നൊക്കെയുള്ള നിലയിലുള്ള വാർത്തകൾ വന്നു. അതിനോടും എനിക്ക് പരാതിയൊന്നുമില്ല. അതൊക്കെ മാധ്യമങ്ങളുടെ സ്വാതന്ത്ര്യം. അപ്പോൾ അത് സംബന്ധിച്ച് എൻ്റെ നിലപാട് ഞാൻ ഇതിനോടകം ഒരു പത്രസമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയിരുന്നു. എന്ന് മാത്രമല്ല സാമൂഹ്യ മാധ്യമങ്ങളിലും അതൊക്കെ വിശദമായി വന്നിരുന്നു. ഞാനിപ്പം പ്രതിപക്ഷം യൂട്യൂബ് ചാനലിലും അത് സംബന്ധിച്ചുള്ള എൻ്റെ നിലപാടുകൾ ഞാൻ പറയുന്നുണ്ട്. സുഹൃത്തുക്കളെ, ഞാൻ ഈ വീഡിയോയിലൂടെ എൻ്റെ പ്രേക്ഷകരുമായി പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം, എനിക്കെതിരെ ജാമ്യമില്ലാ കേസ് എടുത്തിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകൾ ഇപ്പോൾ വന്നിട്ട് 2-3 ദിവസമായി മാധ്യമങ്ങളിൽ. അത് അച്ചടി മാധ്യമങ്ങളിൽ വന്നു, ദൃശ്യമാധ്യമങ്ങളിലും വന്നിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ 2-3 ദിവസമായി. പക്ഷേ ആ 2-3 ദിവസം കഴിഞ്ഞിട്ടും കേരളത്തിലെ ഒരു ദൃശ്യമാധ്യമ ചാനൽ, ഒരു TV ചാനൽ എനിക്കെതിരായിട്ടുള്ള പ്രചരണം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് നടത്തുന്നത് അവർ നടത്തിക്കോട്ടെ, എനിക്ക് അവരോട് വിരോധമൊന്നുമില്ല. പക്ഷേ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ചാനലിനോട് അല്ലെങ്കിൽ ആ ചാനലിൽ എനിക്കെതിരെ പ്രചരണം നടത്തുന്ന മാധ്യമപ്രവർത്തകരോട് എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ആ കാര്യങ്ങൾ പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഇന്ന് ശ്രമിക്കാൻ പോകുന്നത്. ആ കേസിന് ആസ്പദമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത്, ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. അതിലൊരു യുവതിയും പ്രതിപക്ഷ നേതാവും കൂടി നിൽക്കുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റായിരുന്നു. ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഞാൻ പറഞ്ഞ ചില കാര്യങ്ങൾ തെറ്റായിരുന്നു. അത് തെറ്റാണെന്ന് എനിക്ക് ബോധ്യമായപ്പോൾ അത് സംബന്ധിച്ച് നിരവധികം ആ ഫോട്ടോയിലുള്ള ആ വനിതയോട് നിരവധികം മാപ്പ് ചോദിക്കുകയും ആ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. അതാണ് കേസിനാസ്പദമായ സംഭവം. ഡിലീറ്റ് ചെയ്തതിന് ശേഷമാണ് എനിക്കെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി പിണറായി സർക്കാർ കേസെടുത്തിരിക്കുന്നതും ഞാൻ അറസ്റ്റ് ചെയ്യപ്പെടും എന്നൊക്കെയുള്ള വാദഗതികൾ ഉയർന്നു. അപ്പോൾ അത് ഇപ്പോഴും കഴിഞ്ഞ 2-3 ദിവസമായും കേരളത്തിലൊരു ചാനൽ അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ചാനലിനോടും ആ ചാനലിൽ അത് പറയുന്ന മാധ്യമ പ്രവർത്തകരോടും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളാണ് ഞാൻ ഇനി അവരെ ഒന്ന് അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമതായി എനിക്ക് അവരോട് പറയാനുള്ളത്, പൊതുവിൽ എനിക്ക് പറയാനുള്ളത്, ഞാനെന്തോ കുടുങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ വാർത്ത ചെയ്തതായി ഞാൻ അറിഞ്ഞു. ഞാൻ ആ ചാനൽ കാണാറില്ല. കാരണം ആ ചാനൽ കണ്ടാൽ എനിക്ക് ഛർദ്ദിക്കാൻ വരും, ചിലപ്പോൾ ഓക്കാനും വരും. അതുകൊണ്ട് ഞാൻ ആ ചാനൽ കാണാറില്ല. അപ്പോൾ എനിക്ക് ആ ചാനലിലുള്ള അവരോട് പറയാനുള്ളത്, ഞാൻ കുടുങ്ങും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വാർത്തകളാണ് അവർ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് അവരോട് പറയാനുള്ളത്, ഞാൻ ഈ കേസിൽ ജാമ്യം എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ കേസിൽ മുൻകൂർ ജാമ്യം എടുക്കാനും അല്ലെങ്കിൽ നോട്ട് ടു അറസ്റ്റ് ഓർഡർ മേടിക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ സർക്കാർ എന്നെ അറസ്റ്റ് ചെയ്യാനാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടാനും ജയിലിൽ കിടക്കാനും ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് ആദ്യമായി ഞാനൊന്ന് പറയട്ടെ. പിന്നെ എനിക്കിനി ഈ ചാനലുകാരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു മരം കൊള്ളക്കാരൻ്റെ ഉടമസ്ഥതയിലുള്ള ചാനലാണ്. 2020 മുതൽ നമ്മൾ കേൾക്കാൻ തുടങ്ങിയ മുട്ടിൽ മരമുറി എന്ന് പറയുന്ന വയനാട്ടിലെ മുട്ടിൽ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് കോടികളുടെ ഈട്ടി, തേക്ക് മുതലായിട്ടുള്ള മരങ്ങൾ അനധികൃതമായി വെട്ടിവിറ്റ് കോടികൾ ഉണ്ടാക്കിയ മരമുറിക്കാരുണ്ട്. അവരുടെ പേര് ആൻഡോ അഗസ്റ്റിൻ. പിന്നെ അങ്ങനെ 2-3 അവന്മാരാണ്. അവന്മാരുടെ പേരുകളൊന്നും എനിക്ക് ഓർമ്മയില്ല. അവന്മാരെ കുറിച്ചിട്ട് ഓർക്കുമ്പോൾ എനിക്ക് ഓർമ്മിക്കുന്നത്, ഇവന്മാര് ഒരു പോലീസ് വാനിൽ പോകുമ്പോൾ ആ പോലീസ് വാനിൽ നിന്ന് അട്ടഹസിക്കുന്ന ഒരു ചിത്രമാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പൊ ആ മരമുറിക്കാരിൽ, ആ വനം കൊള്ളക്കാരിൽ ഏറ്റവും പ്രമുഖനായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ എന്ന് പറഞ്ഞ ഒരുത്തൻ്റെ ചാനലാണ് റിപ്പോർട്ടർ ചാനൽ.
റിപ്പോർട്ടർ ചാനൽ നേരത്തെ അതിൻ്റെ ഉടമസ്ഥാവകാശം പറയായിരുന്നു. പക്ഷേ ഇപ്പോൾ ആൻഡോ അഗസ്റ്റിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ കാട്ടുകൊള്ളൻ, ഈ വരം കൊള്ളക്കാരൻ, ഈ മനം കൊള്ളക്കാരൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ആ ചാനൽ. അപ്പോൾ ആ ചാനലാണ് എനിക്കെതിരെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നടത്തിക്കൊള്ളട്ടെ, എനിക്ക് അടുത്ത പ്രശ്നമില്ല. അത് എന്ന് മാത്രമല്ല, ആ ചാനലിൽ 2 മാധ്യമ പ്രവർത്തകരാണ് എനിക്കെതിരെ ഇപ്പോൾ ഞാൻ കുടുങ്ങും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലൊരുത്തൻ്റെ പേര് അരുൺ കുമാർ എന്നാണ്. തലയൊക്കെ മുട്ടയടിച്ച് ഒരു ചെറുപ്പക്കാരൻ. ആ ചെറുപ്പക്കാരൻ 24 ന്യൂസ് എന്ന് പറഞ്ഞ ചാനലിൽ ജോലി ചെയ്യുമ്പോൾ മുട്ടിൽ മരമുറിയെ കുറിച്ചിട്ട് വളരെ വിശദമായിട്ടുള്ള വാർത്തകൾ നിരന്തരം ചെയ്തുകൊണ്ടിരുന്ന ഒരു മാധ്യമ പ്രവർത്തകനാണ് ഈ അരുൺ കുമാർ. മുട്ടിൽ കോടികളുടെ മരങ്ങൾ നടന്നുവെന്നും കോടികളുടെ വിലയുള്ള ഈട്ടിയും തേക്കും ഒക്കെ അവിടുന്ന് അനധികൃതമായി മുറിച്ചുകൊണ്ട് പോയെന്നും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആൻഡോ അഗസ്റ്റിൻ ആണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരുത്തനാണെന്നും അവൻ്റെ 2 സഹോദരന്മാരായിട്ടുള്ള ആൻഡോ അഗസ്റ്റിൻ സഹോദരന്മാരാണ് അത് ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് വിശദമായി വാർത്ത ചെയ്ത മാധ്യമ പ്രവർത്തകൻ എന്ന് അവകാശപ്പെടുന്ന ഒരുത്തനാണ് ഈ അരുൺകുമാർ. ആ അരുൺകുമാർ ഏതാനും മാസങ്ങൾ കഴിഞ്ഞപ്പോൾ താൻ ആരെയാണോ 24 ന്യൂസിൽ നിന്ന് വിമർശിച്ചിരുന്നത്, 24 ന്യൂസിൽ ഇരുന്നപ്പോൾ താൻ മരം കൊള്ളക്കാരനാണെന്നും വനം കൊള്ളക്കാരനാണെന്നും കാട്ടുകൊള്ളക്കാരനാണെന്നും ആരെക്കുറിച്ചാണോ പറഞ്ഞിരുന്നത്, അയാൾ വാങ്ങിയ റിപ്പോർട്ടർ ചാനലിൽ വന്ന് ഉളുപ്പും ലജ്ജയും ഇല്ലാതെ ആ ആൻഡോ അഗസ്റ്റിൻ്റെ കീഴിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ് ഈ അരുൺകുമാർ. പിന്നെ ഈ അരുൺകുമാർ അതിനുശേഷം കേരളത്തിലെ മാധ്യമരംഗത്തെ ഏറ്റവും വലിയ മാലിന്യമായി മാറി എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ആ ഉദാഹരണങ്ങൾ ഞാൻ പറയാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കുന്നുള്ളതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഒരു കാര്യം ഉറപ്പാണ്, ദൃശ്യമാധ്യമ രംഗത്തെ ഏറ്റവും വലിയ ഒരു മാലിന്യമാണ് ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ. പലതരത്തിൽ ഒക്കെ അയാൾ തെളിയിച്ചപ്പോൾ യുദ്ധം വന്ന സമയത്തും അതിന് മുമ്പ് അതിനുശേഷം ഒക്കെ അയാൾ തെളിയിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ അതിനേക്കാൾ പ്രധാനം ഈ അരുൺകുമാർ എന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തകൻ ഒരു പോസ്കോ കേസിലെ പ്രതിയാണ് എന്നുള്ളതാണ്. ഒരു പോസ്കോ കേസിൽ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതിയാണ് അരുൺകുമാർ. ആ അരുൺകുമാറും അവിടെ തന്നെയുള്ള റാഹിസ് റഷീദ് എന്ന് പറഞ്ഞിട്ട് വേറൊരു ചെറുപ്പക്കാരനും, അവർ 2 പേരുമാണ് എനിക്കെതിരെ ഇങ്ങനെ നിരന്തരം പ്രചരണം നടത്തിക്കൊണ്ട്. ഈ റാഹിസ് റഷീദും ഒരു പോക്സോ കേസിലെ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതിയാണ് എന്നാണ് എൻ്റെ വിവരം. നമുക്കറിയാം, യൂത്ത് ഫെസ്റ്റിവൽ വന്ന ഒരു പ്രായപൂർത്തിയാകാത്ത ഒരു പെൺകുട്ടിയുമായി പ്രേമം അഭിനയിച്ചുകൊണ്ട് മനഃപൂർവ്വം ഒരു വീഡിയോ ചെയ്ത് അതിൻ്റെ റീല് എടുത്ത് പ്രദർശിപ്പിച്ചതിനാണ് കേസ് ഉള്ളതെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ ആ കേസിൽ ഇപ്പോഴും മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതികളാണ് ഇവർ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം മൊത്തത്തിൽ നോക്കിയാൽ എന്താ കാണാൻ കഴിയുന്നത്? മൊത്തത്തിൽ നോക്കിയാൽ മരം കൊള്ളക്കാരൻ്റെ ചാനലിലെ പോക്സോ കേസിലെ പ്രതികളായിട്ടുള്ള 2 മാധ്യമപ്രവർത്തകർ, അതിലൊരു മാധ്യമപ്രവർത്തകൻ കേരളത്തിലെ ദൃശ്യമാധ്യമ രംഗത്തെ ഏറ്റവും വലിയ മാലിന്യമാണ് എന്ന് ഞാൻ കണക്കാക്കുന്ന ഇവർ 2 പേരും കൂടി ചേർന്നുകൊണ്ടാണ് എനിക്കെതിരെ ഇപ്പോൾ ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവർക്ക് ആ പ്രചരണം നടത്തുന്നതിൽ ഒരു തടസ്സമില്ല, അവർ നടത്തിക്കൊള്ളട്ടെ, അവർ എത്ര ദിവസം വേണമെങ്കിലും നടത്തിക്കൊള്ളട്ടെ. പക്ഷെ അവരോട് എനിക്ക് അവസാനമായി ഒരു കാര്യം കൂടെ പറയാനുള്ളൂ, ഞാൻ കുടുങ്ങും എന്നൊന്നും പറഞ്ഞൊന്നും ആഘോഷിക്കാൻ നിൽക്കരുത്. കാരണം ഞാൻ അറസ്റ്റിന് തയ്യാറാണെന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? പിന്നെന്താണ്? ഞാൻ ജാമ്യം എടുക്കുന്നില്ല എന്ന് പറഞ്ഞാൽ തീർന്നില്ലേ? ഇപ്പം എനിക്കെതിരെ ഈ കേസ് വന്നിട്ട് 3-4 ദിവസം കഴിഞ്ഞു. ആ 3-4 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ജാമ്യം എടുത്തിട്ടില്ല. അതുകൊണ്ട് സ്വാഭാവികമായി എന്നെ അറസ്റ്റ് ചെയ്യുന്നെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെ. അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ജയിലിൽ കിടക്കും. കുറ്റത്തിനൊന്നും അല്ലല്ലോ ഞാൻ ജയിലിൽ കിടക്കാൻ പോകും. ഞാനൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു, അത് തെറ്റാണെന്ന് അറിഞ്ഞപ്പോൾ മാപ്പ് പറഞ്ഞ് പിൻവലിച്ചു. അതിനുശേഷം എന്നെ ജയിലിലിട്ടോട്ടെ. പിന്നെ ജയിൽ എനിക്കൊരു പുത്തരിയല്ല എന്ന് ഈ കാട്ടുകള്ളൻ്റെ ചാനലിൽ ഉള്ള ഈ മാധ്യമപ്രവർത്തനോട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2017 ഒരു കാരണവുമില്ലാതെ 8 ദിവസം എന്നെ പൂജ ജയിലിലിട്ടതാണ്. അതുകൊണ്ട് ജയിൽ എന്താണ്, ജയിലിൻ്റെ സാഹചര്യം എന്താണെന്നൊക്കെ എനിക്കറിയാം. അതുകൊണ്ട് ഇനിയിപ്പോൾ ഒന്നുകൂടി എന്നെ ജയിലിലിടണമെങ്കിൽ അങ്ങ് ജയിലിലിട്ടോട്ടെ എന്നാണ് ഞാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പ്രചരണമൊന്നും നടത്തിയിട്ടൊന്നും ഒരു കാര്യമില്ല എന്ന് നിങ്ങളോട് 2 പേരോടും. നിങ്ങൾ 2 പേരും ഇപ്പോഴും പോസ്കോ കേസിലെ മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതികളാണെന്നാണ് എൻ്റെ അറിവ്. ഈ അരുൺകുമാറും റാഹിസ് റഷീദും. അവരോട് എനിക്ക് പൊതുപ്രവർത്തനം എന്നുള്ള നിലയിൽ KM ഷാജഹാൻ എന്നുള്ള ആയിട്ടുള്ള എനിക്ക് അത്രേ പറയാനുള്ളൂ. പിന്നെ ഈ ചെറുപ്പക്കാരി പിള്ളേര്, ഈ കൊച്ചു പിള്ളേര് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, 25 വർഷമായി സമൂഹത്തിലെ ശക്തരായിട്ടുള്ള നിക്ഷിപ്ത താല്പര്യക്കാർക്കെതിരെ നെഞ്ചു വിരിച്ചെന്ന് പോരാടുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. 63 വയസ്സായി. ഇനിയിപ്പോൾ നാളെ എന്താണെന്നൊന്നും ഞാൻ അത്ര കണക്കാക്കുന്നില്ല. ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ കുരുക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഏതാണ്ട് വരണ്ടു പോകുന്നൊക്കെ ഈ കള്ളന്മാർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അബദ്ധമാണെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതുകൊണ്ട് ഈ വനം കൊള്ളക്കാരൻ്റെ
ചാനലിലെ ഈ പോക്സോ കേസിൽ മുൻകൂർ ജാമ്യം കിട്ടി നിൽക്കുന്ന കേരളത്തിലെ മാധ്യമരംഗത്തെ മാലിന്യങ്ങളായിട്ടുള്ള ഇവർ എനിക്കെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പ്രചരണം ഞാൻ കീറക്കടലാസിന്റെ വില പോലും നൽകാതെ ഞാൻ വലിച്ചെറിയുന്നു എന്ന് മാത്രമാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്.